ചോരയിട്ടുന്ന ലാത്തികളും പെല്ലറ്റുകൾ തുളച്ചുകയറിയ പാവം വിദ്യാർത്ഥികളുടെ കണ്ണീരും ഡൽഹിയുടെ തെരുവുകളിൽ കണ്ടത് ജനാധിപത്യമല്ല, ഭരണകൂടത്തിന്റെ പച്ചയായ നരനായാട്ടാണ്. സ്വന്തം അവകാശങ്ങൾ ചോദിച്ച് പാർലമെന്റിലേക്ക് മാർച്ച് ചെയ്ത പാവം കുട്ടികളെയാണ് ഭരണകൂടം തല്ലിച്ചതച്ചത്. ജൂലൈ 20 ആ കറുത്ത ദിനത്തിൽ വിദ്യാർത്ഥികളുടെ ചോര വീഴ്ത്താൻ ഉത്തരവിട്ടത് വേറെ ആരുമല്ല, രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെയാണ്. ഇന്നിതാ സത്യം ലോകത്തോട് ഉറക്കെ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ. രാഹുൽ ഗാന്ധി ഉന്നയിച്ച അതേ ആവശ്യം രാജ്യത്തുടനീളം അലയടിക്കുകയാണ്. അമിത്ഷാ എത്രയും വേഗം രാജിവെച്ച് പുറത്തു പോകണം. ഈ ക്രൂരത മറച്ചുവെക്കാൻ വലിയ ചതിയും നാടകവുമാണ് ഭരണകൂടവും പോലീസും കളിച്ചത്. കല്ലേറ് നടത്തിയത് വിദ്യാർത്ഥികളല്ല, BJPയുടെ ഗുണ്ടകളാണ്. പ്രതിഷേധക്കാരെ കൊടുക്കാൻ ജന്തർമന്ദറിലേക്ക് ട്രക്കിൽ കല്ല് കൊണ്ടുവന്നിറക്കിയത് ഡൽഹി പോലീസ് തന്നെയാണ്. സ്വന്തം ക്രൂരത ഒളിക്കാൻ പാവം കുട്ടികളുടെ തലയിൽ കുറ്റം കെട്ടിവെക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. അമിത്ഷായുടെ വലിയ ചാണക്യതന്ത്രങ്ങൾ കേവലം പൊള്ളയാണെന്ന് ഇതോടെ തെളിഞ്ഞിരിക്കുകയാണ്. CJPക്ക് പുറത്തുനിന്ന് ഫണ്ട് വരുന്നുവെന്ന പ്രചാരണം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പച്ചയായ പരാജയമാണ് വ്യക്തമാക്കുന്നത്. സ്വന്തം മൂക്കിന് താഴെ എന്ത് നടക്കുന്നു എന്ന് പോലും അറിയാത്ത ആളാണ് രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി എന്ന തിരിച്ചറിവ് നാണക്കേടാണ്. അധികാരം നിലനിർത്താൻ ഒരു ചെറുപ്പക്കാരനെയും കുടുംബത്തെയും അപായപ്പെടുത്താൻ പോലും ഭരണകൂടം മടിക്കുന്നില്ല. BJPയിൽ ചേർന്നില്ലെങ്കിൽ കുടുംബത്തെ ഇല്ലാതാക്കുമെന്ന് അഭിജിത്തിനെയും പിതാവ് ഭഗവത് റാവു ദീപ്കെയും പരസ്യമായി ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. ചെറുമകന്റെ പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനെ വേട്ടയാടാൻ പ്രധാനമന്ത്രിയും സംഘവും ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് ജനാധിപത്യത്തിന് കളങ്കമാണ്. എന്നാൽ ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കുന്നവരല്ല ഈ രാജ്യത്തെ പോരാളികളായ യുവത്വം. മുൻപ് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച് ഇറങ്ങിപ്പോകേണ്ടി വന്നതുപോലെ അടുത്തത് അമിത്ഷായുടെ കസേര തെറിക്കുമെന്ന് ഉറപ്പാണ്. ഈ രാജ്യം മുഴുവൻ ഇന്ന് അമിത്ഷായുടെ രാജിക്കായി തെരുവിൽ മുറവിളി കൂട്ടുകയാണ്. അനീതിക്കെതിരെ നെഞ്ചും വിരിച്ചു നിൽക്കുന്ന ആ ചെറുപ്പക്കാരുടെ ആവേശം ഈ ഭരണകൂടത്തെ തച്ചുടയ്ക്കും. പാവം വിദ്യാർത്ഥികളുടെ ശരീരത്തിൽ വീണ ഓരോ തുള്ളിച്ചോരയ്ക്കും ആ പെല്ലറ്റ് ആക്രമണത്തിനും അമിത്ഷായെ കൊണ്ട് ഈ രാജ്യം കണക്ക് പറയിപ്പിച്ചിരിക്കും. ഒന്നോർത്തോ, ഭരണാധികാരികളെ, നിങ്ങൾ ഭീഷണിപ്പെടുത്തിയാൽ വഴങ്ങുന്നവരല്ല ഇന്നത്തെ തലമുറ. പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യുന്ന തെളിയിച്ച ചരിത്രമാണ് CJPക്കുള്ളത്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതുപോലെ അടുത്തത് അമിത്ഷാ തന്നെയായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഈ രാജ്യം മുഴുവൻ അമിത്ഷായുടെ രാജിക്കായി മുറവിളി കൂട്ടി തുടങ്ങിയിരിക്കുന്നു. അതെ, ആ വാർത്ത നമ്മൾ കേൾക്കുന്ന ദിവസം വിദൂരമല്ല. നെഞ്ചും വിരിച്ച് അനീതിക്കെതിരെ ഭയമില്ലാതെ മുന്നോട്ട് വരുന്നത് ഈ രാജ്യത്തെ വീറുള്ള ചെറുപ്പക്കാരാണ്. സ്വന്തം അവകാശത്തിനു വേണ്ടി പോരാടിയ പാവം വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ച പെല്ലറ്റ് ആക്രമണത്തിന് ഓരോ തുള്ളിച്ചോരയ്ക്കും ഈ രാജ്യം നിങ്ങളെ കൊണ്ട് കണക്ക് പറയിപ്പിച്ചിരിക്കും. അമിത്ഷാ, നിങ്ങളുടെ കസേരയ്ക്ക് താഴെ മണ്ണൊലിച്ചു പോകുകയാണ്. ഈ അനീതിക്ക് മുന്നിൽ ഇനി ജനങ്ങൾ മാപ്പ് തരില്ല. അമിത്ഷായുടെ രാജിയല്ലാതെ ഈ പ്രക്ഷോഭം അവസാനിക്കില്ല.